നമസ്തേ. 12/2/2025 ബുധനാഴ്ചത്തെ ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് നക്ഷത്രഫലം തുടർച്ചയായി ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക എൻ്റെ പോസ്റ്റിൻ്റെ ഇടയിൽ. കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്, അതിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്യുക. നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് ആരുടെയും ജാതക ഫലമൊന്നുമല്ല, എങ്കിലും നിങ്ങൾക്ക് പലരും പറയുന്നുണ്ട് ഗുണങ്ങൾ കൂടുതൽ പറയുന്നില്ല എന്നൊക്കെ. ഗുണങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ദോഷങ്ങൾ മാറ്റാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. ഗുണങ്ങൾ കിട്ടും, അത് സ്വാഭാവികമായും കിട്ടാനുള്ള ഗുണങ്ങൾ കിട്ടട്ടെ. പക്ഷേ ദോഷങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ദോഷങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളവർ മാത്രമേ ഇതിനെ പിന്തുടർന്നാൽ മതി. ശുഭങ്ങൾ പറയണം അല്ലെങ്കിൽ ശുഭങ്ങൾ കേൾക്കണം എന്നുള്ളവർ ഇതിനെ പിന്തുടരണ്ട. അങ്ങനെ ചെയ്യുന്നവർ വേറെ ഇഷ്ടം പറയുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ദോഷങ്ങൾ വരാതിരിക്കണം എന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ദോഷങ്ങൾ വരുന്നത് കാണുന്നത് ഞാൻ കൃത്യമായി നിങ്ങളോട് പറഞ്ഞിരിക്കും. അത് വരാതിരിക്കാനുള്ളൊരു മുൻകരുതലെടുക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അത് മനസ്സിലാക്കുക. നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. 12/2/2025 ബുധനാഴ്ച മേടം, കർക്കിടകം, മകരം രാശിക്കാർക്ക് ശുഭവും, വൃശ്ചികം, കുംഭം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും, ഇടവം, കന്നി, മീനം രാശിക്കാർക്ക് ദോഷവും, മിഥുനം, ചിങ്ങം, തുലാം, ധനു രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി വിശദമായിട്ട് നമുക്ക് നോക്കാം. മേടം, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായ ഒരു ദിവസമാണ്. അങ്ങനെയാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസക്കുറവും മനസ്സിന് സ്വസ്ഥതയില്ലായ്മയും അനുഭവപ്പെടുന്ന ഒരു ദിവസം കൂടെയാണ്. എങ്കിൽ പോലും വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണകരമാണ്. ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂലമായ അവസ്ഥയുണ്ടാകും. വാക്കുകൾ മൂലം നേട്ടങ്ങളുണ്ടാകും. സുഹൃത്തുക്കൾ അനുകൂലമാകും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ആരോഗ്യപരമായി മേന്മയുള്ള ദിവസമായിരിക്കും. ധനപരമായ നേട്ടങ്ങളുണ്ടാവും. മക്കളൊക്കെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. തൊഴിൽ രംഗത്ത് അല്പാൽപ്പം മേന്മയുണ്ടാകും. തൊഴിലാളികളുമായൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. പൊതുവെ മേടം രാശിക്കാർക്ക് ഗുണകരമായ ദിവസം ആയിരിക്കും. ഇനി ഇടവം, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. അങ്ങനെയാണ്. പോരാത്തിന് ഇവർക്ക് ദൈവാധീനം വളരെ കുറവുള്ള ഒരു ദിവസം കൂടെയാണ്. അപ്പോൾ എങ്കിലും ജീവിത പങ്കാളിൽ നിന്ന് അനുകൂലമായ സമീപനമൊക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അത്യാവശ്യം നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് ബാധിക്കും. തൊഴിലിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുള്ളവർ ഞാൻ 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ തൊഴിൽ ദിനം എന്ന തൊഴിൽ മേഖല എന്ന ഇത് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ തൊഴിൽ മാത്രമായിട്ട് ആ കാര്യത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് പ്രതിപാദിക്കുന്നത്, അത് കേൾക്കുക. അതേപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അനുകൂലമായിരിക്കും. എന്നാൽ മനസ്സിൻ്റെ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായ അത്ര അനുകൂലമായിരിക്കില്ല. സാമ്പത്തികമായ നഷ്ടങ്ങളുണ്ടാകാം. തൊഴിൽ രംഗത്ത് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാം. സഹോദര സ്ഥാനീയരത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. ശത്രുതാ ദോഷങ്ങൾ മൂലം പല പ്രയാസങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. ഇനി മിഥുനം രാശി, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശിക്കാർക്ക് പൊതുവെ ഒട്ടും അനുകൂലമല്ല. ചാരഫലം അനുസരിച്ചുള്ള ഗ്രഹങ്ങൾ വളരെ കുറവ് മാത്രമേ അനുകൂലമായിട്ടുള്ളൂ. വളരെയധികം ശ്രദ്ധിക്കണം. നന്നായിട്ട് ഈശ്വരാരാധനയൊക്കെ നടത്തുക. മിഥുനക്കൂറുകാർ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോവുക. ഒരു 24 മിനിറ്റ് ഒരു മുഹൂർത്ത സമയം നിങ്ങളുടെ ഇഷ്ടദേവതയെ ധ്യാനിക്കുക, നാമം ജപിക്കുക ഒക്കെ ചെയ്യണം. ഒട്ടും അനുകൂലമല്ല. എല്ലാ കാര്യങ്ങളിലും ദോഷമുള്ള ഒരു സമയമാണ്. പക്ഷേ നിങ്ങളുടെ ജാതക അനുകൂലമാണെങ്കിൽ ഈ ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. എന്തായാലും ക്ഷേത്ര ദർശനമൊക്കെ നടത്തി
ഈശ്വരാരാധന ഉണ്ടാക്കാൻ വേണ്ടി മിഥുനക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ഒട്ടും ദൈവാധീനമില്ലാത്ത ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് തൊഴിലിടങ്ങളിൽ കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകുക, ബന്ധുക്കൾ മറ്റുള്ളവരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലം പൊതുവെ അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. അപ്പോൾ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി കർക്കിടകക്കൂറുകാർക്ക് പൊതുവെ ഗുണകരമാണ്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. എന്ത് കാര്യവും ചെയ്തു തീർക്കാനുള്ളൊരു മനസ്സുണ്ടാവും. ബുദ്ധി വേണ്ട രീതിയിൽ പ്രയോഗിക്കപ്പെടും. മാതൃപിതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായ നേട്ടങ്ങളും ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്ന് അനുകൂലമായ സമീപനമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ അത് പ്രയോജനപ്പെടും. എന്നാൽ സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗവും അത്ര അനുകൂലം ആയിരിക്കില്ല. ചിങ്ങം, മകം, പൂരം, ഉത്രം, ആദ്യകാൽഭാഗം. ചിങ്ങൻ രാശിക്കാർക്ക് കഠിനമായ ദോഷമുള്ള ഒരു ദിവസമാണ്. ദൈവാധീനം കുറവാണ്. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളിയിൽ നിന്നും അനുകൂലമായ നിലപാടുണ്ടാകും. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ നടക്കും. ശത്രുദോഷത്തിനൊക്കെ കുറവുണ്ടാവും. എന്നാൽ മനസ്വസ്ഥത വളരെ കുറവുള്ള ഒരു ദിവസമായിരിക്കും ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. ശരീരത്തിനും അസ്വസ്ഥതയായിരിക്കും. ബന്ധുജനങ്ങളിൽ നിന്ന് മനസ്സിന് ഇണങ്ങാത്ത രീതിയിലുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടാവും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം. ദൈവാധീനം കുറവായതുകൊണ്ട് സാമ്പത്തികമായ മേന്മ കുറവായിരിക്കും. തൊഴിൽ രംഗത്തും അനുകൂലമായിരിക്കില്ല. മദ്യപാനമൊക്കെ നടത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് അനുകൂലമല്ലാന്ന് ഞാൻ പറഞ്ഞു. തൊഴിലിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയണമെന്നുള്ളവർ ഞാൻ വൈകിട്ട് പോസ്റ്റ് ചെയ്യുന്ന 6 മണിക്ക് പോസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ തൊഴിൽ മേഖല കാണാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി കന്നിരാശി, ഉത്രം അവസാന 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നി. ഈ കന്നി രാശിയെ സംബന്ധിച്ചിടത്തോളം ദോഷമാണ്. എങ്കിലും അവർക്ക് ദൈവാധീനമുള്ള ഒരു ദിവസമായതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ ഒരു പരിധി വരെ മറികടക്കാൻ കഴിയും. സാമ്പത്തികമായി ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും. മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതിവിശേഷം ഉണ്ടാകും. ബന്ധുജനങ്ങൾ അനുകൂലമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. തൊഴിലാളികളുമായിട്ടൊക്കെ നല്ല രീതിയിൽ രമ്യതയോടെ പോകാൻ കഴിയും. പക്ഷേ ഇവർക്കൊരു ആത്മവിശ്വാസക്കുറവ് എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. മനസ്വസ്ഥത കുറവായിരിക്കും. സഹോദര സ്ഥാനീയരും പിതൃസ്ഥാനീയരും മാതൃസ്ഥാനീയരും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. ആരോഗ്യരംഗവും അത്ര അനുകൂലമല്ല. തൊഴിൽ മേഖല ചെറുതായ നേട്ടങ്ങളുണ്ടാകും. എന്നാലും ശ്രദ്ധിക്കാം. ദൈവാധീനമുള്ള ഒരു ദിവസമാണ് കന്നിക്കൂറുകാർക്ക് എന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വരും. തുലാം രാശി, ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ 3/4 ഭാഗം. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ദൈവാധീനം ഇല്ലാത്ത ഒരു ദിവസമാണ്. എങ്കിലും ആത്മവിശ്വാസമൊക്കെ ഉണ്ടാകും. കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാനുള്ള ഒരു സ്ഥിതിയും ഉണ്ടാകും. മനസ്സിന് ഒരു കരുത്ത് ഉണ്ടാകും. ബുദ്ധിപൂർവമായി കാര്യങ്ങളെ സമീപിക്കാനും കഴിയും. വേണ്ട രീതിയിൽ ബുദ്ധി ഉപകരിക്കപ്പെടും. മാതൃസ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും. പിതൃസ്ഥാനികരെ അനുകൂലമായിരിക്കും. മാതൃപിതൃസ്ഥാനികരുടെ ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകും. എന്നാൽ സഹോദര സ്ഥാനീയരും ബന്ധുജനങ്ങളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ അനുഭവപ്പെടാം. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമൊന്നുമല്ല. ദൈവാധീനം കുറയുന്ന സമയമുണ്ട്. തൊഴിൽ മേഖല മേന്മയുള്ളതൊന്നും ആയിരിക്കില്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങൾ തൊഴിലാളികളുമായിട്ടൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. വൃശ്ചികം, വിശാഖം അവസാന 1/4 ഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ശരീരത്തിനും മനസ്സിനും ഒരു സ്വസ്ഥത കുറയുന്ന ഒരു ദിവസമാണ്. ഒരു കാര്യവും ചെയ്തു തീർക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാവില്ല. ബന്ധുജനങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കും. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. മക്കളൊക്കെ അനുകൂലമായിരിക്കും. അപ്പോൾ അവരിൽ നിന്നുള്ള സഹായം കൊണ്ടൊക്കെ ക്ഷീണവും മനസ്വസ്ഥതയൊക്കെ ഒന്ന് കുറയും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ശത്രുദോഷമൊക്കെ കുറയാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട്. എന്നാൽ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമെന്ന് പറയാൻ കഴിയില്ല. മാതൃസ്ഥാനീയരും സഹോദര സ്ഥാനീയരും ഒന്നും അനുകൂലമല്ല. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കും. അപ്പോൾ അതൊക്കെ സമചിത്തതയോടുകൂടി നേരിടുക. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ 1/4 ഭാഗം.
ധനുരാശി, ധനുക്കാർക്ക് ഒട്ടും അനുകൂലമല്ല. എങ്കിലും മനസ്സിന് ഒരു സ്വസ്ഥതയൊക്കെ കിട്ടും, ഒരാത്മബലമൊക്കെ ഉണ്ടാകും. എന്നാൽ ശരീരബലം കുറവായിരിക്കുകയും ചെയ്യും. ജീവിത പങ്കാളിയിൽ നിന്നും തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ കുറച്ച് മേന്മയുണ്ടാകും. എന്നാൽ പിതൃസ്ഥാനീയരത്ത് അനുകൂലമല്ല. സഹോദരസ്ഥാനീയരും ബന്ധുക്കളുമൊന്നും അനുകൂലമല്ലാത്ത ദിവസമാണ്. വിദ്യാർത്ഥികൾക്കും അനുകൂലമല്ലാത്ത ദിവസമാണ്. ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. മക്കൾ സ്ഥാനീയരിൽ നിന്ന് മനസ്സിന് പ്രയാസകരമായ അനുഭവം ഉണ്ടാകാം. തൊഴിൽ രംഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ഒരു ദിവസമാണ്. മനസ്സിന് ഒരു ശാന്തിയും സമാധാനവുമൊക്കെ കിട്ടും. പക്ഷെ ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവാധീനമുള്ളൊരു ദിവസമാണ്. സാമ്പത്തികമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. അതേപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ നടന്നു കിട്ടും. എന്നാൽ ശരീരത്തിന് അസ്വസ്ഥ ഉണ്ടാവും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയും അത്ര അനുകൂലം ആയിരിക്കില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയിൽ നിന്ന് പലവിധ സഹായങ്ങളും ആത്മവിശ്വാസം പകരുന്ന രീതിയിലുള്ള പ്രവൃത്തികളുമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ശരീരത്തിന് അനുകൂലമാണ്, മനസ്സിനും അനുകൂലമാണ്. ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ കഴിയുന്നൊരു ദിവസമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും സഹോദരസ്ഥാനീയരിൽ നിന്നും പിതൃമാതൃസ്ഥാനീയരിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാകുന്നതാണ്. എന്നാൽ ബന്ധുജനങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല. സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽരംഗം അനുകൂലമല്ല. ലഹരി ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുമാണ്. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. മനസ്സ് ഒരിക്കലും ഒരു സ്വസ്ഥത കിട്ടാത്തൊരു ദിവസമായിരിക്കും. ശരീരത്തിനൊക്കെ അല്പം മേന്മയുണ്ടാകും. സഹോദരസ്ഥാനീയരും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. എന്നാൽ വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. ബന്ധുജനങ്ങളൊന്നും അത്ര അനുകൂലമല്ല. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ അത് വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇത് ആരുടെയും ജാതക ഫലമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് മനസ്സിലാക്കണം നിങ്ങൾ. അതേപോലെ എല്ലാവരും പറയുന്നുണ്ട്, ഇദ്ദേഹം പറയുന്നത് ദോഷം മാത്രമാണല്ലോ, ശുഭം പറയാനില്ലേ എന്ന്. ശുഭം അങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കൊള്ളും. എങ്കിലും അത്യാവശ്യം വേണ്ട ശുഭകാര്യങ്ങൾ ഞാൻ പറയുന്നുമുണ്ട്. പക്ഷേ ദോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് ദോഷം വരുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കണം എന്നുള്ളവർ മാത്രം ഇതിൻ്റെ കൂടിയാൽ മതി. ശുഭകരമായ കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി എന്നുള്ളവർ നിങ്ങൾ എൻ്റെ പോസ്റ്റിൻ്റെ കൂടണ്ട. കാരണം എൻ്റെ ഉദ്ദേശം അതല്ല. നിങ്ങൾക്ക് ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ദോഷങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഈശ്വരാരാധനയൊക്കെ എല്ലാവരും നടത്തുക. എളുപ്പത്തിലൊന്നും കാര്യം സാധിക്കാനായിട്ടൊന്നും പറ്റുന്നതല്ല ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. ദുരിതങ്ങളും ദുഃഖങ്ങളുമൊക്കെ ധാരാളം അനുഭവിക്കേണ്ടതാണ് ജീവിതം എന്ന് പറയുന്നത്. എത്രയൊക്കെ ഉള്ളവരാണെങ്കിലും എത്രയൊക്കെ നമ്മളുണ്ട് എന്ന് പറഞ്ഞാലും ഭൗതികമായ ജീവിതം എത്രയൊക്കെ അനുകൂലമാണെന്ന് പറഞ്ഞാലും അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുക തന്നെ ചെയ്യും. അത് പ്രാരാബ്ധ കർമ്മം അനുഭവിക്കുന്ന ഈ ലോകത്ത് എല്ലാവരുടെയും ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാരാബ്ധ കർമ്മങ്ങൾക്ക് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ദുരിതങ്ങൾ വരാതിരിക്കാൻ, എന്തൊക്കെ ദുരിതങ്ങൾ വരുമെന്ന് മുൻകൂട്ടി ഒന്ന് മനസ്സിലാക്കി അതിനൊരു നിയന്ത്രണം ഉണ്ടാക്കാൻ ഇത് സഹായിക്കും. അതിനുവേണ്ടി തന്നെയാണ് പോസ്റ്റ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.